ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നൂഡിൽസ് വെറൈറ്റി ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇത് ഞാനല്ല കുക്ക് ചെയ്യുന്നത്, ഉമ്മയാണ്. അപ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റിൽ നമ്മൾ ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഉമ്മ നല്ല സ്പെഷ്യലായിട്ട് എല്ലാവർക്കും വേണ്ടി ഇന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നൂഡിൽസിൽ പാക്കറ്റിൽ കിട്ടുന്ന മസാല ഉണ്ടല്ലോ, എന്തോരം മസാലയുണ്ട് അത്രയും മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ നൂഡിൽസ് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ആ ഒരു മസാല. അപ്പോൾ ഇനി ലൈവായിട്ട് കണ്ടോളൂ. ഓക്കെ, ഇത്തിരി ഉപ്പിട്ടല്ലേ? ഓയിൽ ഒഴിച്ച് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം അല്ലേ? എന്തെല്ലാം ആയിരുന്നു, എന്തെല്ലാം ഇട്ടായിരുന്നു? സവാള അരിഞ്ഞത്. എത്ര സവാള ഇട്ട്? 3 സവാള. പകുതി. പിന്നെ പച്ചമുളക് 3 പച്ചമുളക് ചെറുതായിട്ടായിരുന്നേക്കുന്നത് അല്ലേ? ചെറുതായിട്ടായിരുന്നു. മീഡിയം സവാള അല്ലായിരുന്നു ഇട്ടേ? ഒരുപാട് വലുതല്ലല്ലോ. സവാളയ്ക്ക് ഇച്ചിരി ഉപ്പിട്ടല്ലേ? എളുപ്പം വഴന്ന് കിട്ടാൻ വേണ്ടി അല്ലേ? അപ്പൊ നല്ലപോലെ വഴന്ന് കിട്ടണം ഇത്. എണ്ണയ്ക്കകത്ത്. അത് മതി. മല്ലിയില അതിലേക്ക് കുറച്ച് മല്ലിയില അല്ലേ? ഒരു ചെറിയ പിടി മല്ലിയില. അതെന്താ ഇടുന്ന? ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്. നല്ലപോലെ വഴറ്റണം ഇതെല്ലാം അല്ലേ? ഒരുപാട് മുരിയുന്നില്ല. അതിന് മുമ്പേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടായിരുന്നു അല്ലേ? മല്ലിയിലയും. വെള്ളം തിളച്ചോമ്മ? നല്ലപോലെ നൂഡിൽസ്. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് അപ്പം അതിലേക്ക് ഇനി നൂഡിൽസ് ഇട്ട് കൊടുക്കും അല്ലേ? ആ മസാലപ്പൊടിയും പിന്നെ ചെറിയ ഉപ്പും അല്ലേ നമ്മൾ ഇട്ടോളൂ? അങ്ങ് ഒടിച്ചിടണം അന്നേരം അല്ലേ? ഉമ്മയുടെ ഈ നൂഡിൽസ് ഇവിടെ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഉമ്മ ഉണ്ടാക്കി തന്നാൽ മതിയെന്നും പറഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടാക്കിയില്ലേ ഉമ്മ, അതുകൊണ്ടാണ് പിള്ളേർ വീണ്ടും വീണ്ടും വേണമെന്നും പറഞ്ഞു. ഉമ്മ തന്നെ ഇന്ന് കയറി ഉണ്ടാക്കണമെന്നും പറഞ്ഞ് അങ്ങനെ ഉമ്മയെ കൊണ്ട് ഉണ്ടാക്കിക്കുക. അപ്പോൾ വലിയ പാക്കറ്റ് ആയതുകൊണ്ട് 8 എണ്ണം ഉണ്ടായിരുന്നല്ലേ? വേറെ മസാലകളൊന്നും ഇടുന്നില്ലല്ലോ? മസാല ഇട്ടാൽ നൂഡിൽസിന്റെ രുചി. നൂഡിൽസിന്റെ മസാലയുടെ രുചി വേറെയായി. ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ അത് പിന്നെ ഈ ഒരു ടേസ്റ്റിൽ തന്നെ കഴിക്കണമെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ ഒടിച്ചൊക്കെ ഇട്ട് ഈ വെള്ളം തിളച്ച് നല്ല അല്ലേ? നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ അതാ ഇതിലേക്ക് ഈ വഴറ്റിയ സവാള, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം വഴന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ ഇതും ഇളക്കി കൊടുക്കുക. നല്ലപോലെ വഴന്ന് വരണം അല്ലേ? ഇതിങ്ങനെ ഇതിൽ തന്നെ കിടന്ന് വറ്റി അല്ലേ? ഒരുപാട് വെള്ളം വേണ്ട, വറ്റി വരണം അല്ലേ? വെന്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലേ ഉമ്മ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട കെട്ടാതെ അല്ലേ? 2 എണ്ണം ഒരു ഫാമിലി പാക്കിൽ മുട്ട 2 എണ്ണം ഒഴിച്ച് അല്ലേ? അപ്പം പിന്നെ മുട്ടയാണോ ഇതിൽ ചേർക്കുന്നത്? വേറെ എന്തെങ്കിലും ചേർക്കാം? ചിക്കൻ ചേർക്കാം. ചിക്കൻ ഉണ്ടായിരുന്നു, ഇച്ചിരി മറന്നുപോയി. ചിക്കൻ ഉണ്ടായിരുന്നു. ഉടനെ നമ്മൾ അത് ഇളക്കണ്ട.
അപ്പം ഇങ്ങനെ ഉടയ്ക്കാതെ ഇത് വേവിക്കണം അല്ലേ? കണ്ടോ? ആ, ഇങ്ങനെ ആക്കണം. ഈ ഒരു ചോദിച്ചനക്കാതെ അടച്ചു വെച്ചിട്ട് ആ കുറച്ചിട്ടായിരുന്നു അടച്ചു വെച്ചിട്ട് പിന്നെ അത് നമ്മൾ കരിയില തവി വെച്ച് പിന്നെ ഉടച്ച് എടുക്കണം അല്ലേ? ഒന്ന് ചിക്കിയതുപോലെ. മുട്ട കഷ്ണം ഇടയ്ക്ക് പീസ് കിടക്കും, കടിക്കാൻ നല്ലതാ. അപ്പോൾ ചിക്കനും ഇടാം, മുട്ടയും ഇടാം. വേവിച്ച് ചിക്കനാണെങ്കിൽ അരച്ച് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഇടാം. അല്ലേ കട്ട് ഉള്ളിക്കകത്ത് വഴറ്റി എടുക്കാം. നല്ല ടേസ്റ്റാണ്. തക്കാളി ഇടുവാ അല്ലേ അമ്മ? തക്കാളി അതിനകത്തിട്ട്. എത്ര തക്കാളി എടുത്തായിരുന്നു അമ്മ? 2 തക്കാളി. നല്ല അടിപൊളിയാക്കുവാന്നല്ലേ, നല്ല ടേസ്റ്റ്. അന്നമ്മ ഉണ്ടാക്കിയപ്പോഴും ഇങ്ങനെ എല്ലാം തക്കാളി എല്ലാം ചേർത്തായിരുന്നു അല്ലേ? നല്ല ടേസ്റ്റായിരുന്നു അത്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം എന്താ അമ്മ ഒഴിക്കുന്നത്? സോയാ സോസ് കേട്ടോ. അപ്പോൾ അത് പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അളവ് അങ്ങനൊന്നും ഇല്ല അല്ലേ? അതായിരിക്കും ഈ ഹോട്ടലിലൊക്കെ നല്ല ടേസ്റ്റ്. കുറച്ച് തീയും കൂടെ എവിടെ? ഈ നൂഡിൽസിൻ്റെ തീ ഇടുവോ? എന്ത് ഈ പുക കൊടുക്കുവോ? അതാ വേറൊരു ടേസ്റ്റ് അല്ലേ? ഹോട്ടലിൽ അത് നല്ല മണമാണ് അതില് അവിടെ ചെല്ലുമ്പം തന്നെ അല്ലേ? അപ്പൊ തീയൊക്കെ മുകളിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. നമുക്ക് അടുപ്പില്ല. കുടഞ്ഞ് ശരിയാ. ചൈനീസ് ഫുഡ് ചെയ്യുമ്പോ ശരിയാ. അതാ അതിന് വേറൊരു ടേസ്റ്റ്. ഇപ്പൊ സോസ് സോസ് ഒഴിക്കുമ്പോ മതിയായിരിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കിയമ്മ. കുറച്ചുകൂടെ സോസ് ഒഴിക്കുക അല്ലേ? അപ്പൊ ആ ടേസ്റ്റിനനുസരിച്ച് ഒഴിക്കുക, അതിനൊരു അളവൊന്നും ഇല്ല അല്ലേ? ഇങ്ങനെ ഈ ഒരു റെസിപ്പി ഒരു നല്ല ടേസ്റ്റ്. അത് ഈ കടയിലെ പോലെ ഞങ്ങൾക്ക് തോന്നിയത്. നല്ല ടേസ്റ്റായിട്ട് കടയിലെ പോലെ തന്നെ നമുക്ക് തോന്നി. അപ്പം ഈ വെള്ളമെല്ലാം വറ്റിയല്ലേ അമ്മ? എടുത്തിത് താളിച്ചതല്ല. ഇതല്ല തക്കാളിയും നമ്മൾ വഴറ്റിയ സവാളയും മുട്ടയും ചിക്കിയത്. എന്താ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. കുരുമുളക് പൊടിയും കൂടെ അല്ലേ? അപ്പം കുരുമുളക് പൊടി പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും തൂവിയാലേ മണം നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? കുരുമുളക് പൊടിയും കൂടി ഇടാം. അതിൻ്റെ കൂടെ ഇത്തിരി കുരുമുളക് പൊടി വിതറും. ഇങ്ങനെ ചതച്ച പോലെ അല്ലേ? നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടയ്ക്ക് കടിക്കാൻ. അപ്പോൾ ചൈനീസ് ഫുഡും ഉണ്ടാക്കാനൊക്കെ അറിയാം അടിപൊളിയായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ട് അല്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല അടിപൊളിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ റെസിപ്പിയിൽ എല്ലാവരും ഉണ്ടാക്കാൻ നോക്കണം. എല്ലാവർക്കും മനസ്സിലായല്ലോ. എൻ്റെ വെള്ളമൊക്കെ വറ്റി സൂപ്പറായി. ഇനിയൊന്നും ഇല്ല കുക്കാവാൻ. ഇനി ഓഫാക്കുവാണേ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ എല്ലാവർക്കും ഹൈറും ബർക്കത്തും റിസ്ക്കും ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ഒന്ന് മറക്കാതെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. അപ്പോൾ ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.